വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ പണമിടപാടുകൾ നടത്തിയാണ് ഇപ്പോൾ തട്ടിപ്പ്. കമ്മീഷൻ വാഗ്ദാനം ചെയ്താണ് വിദ്യാർത്ഥികളുടെ പേരിൽ അക്കൗണ്ട് എടുക്കുന്നത്. ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങി 19 വയസ്സുള്ള 4 വിദ്യാർത്ഥികളെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഭോപ്പാൽ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. കോളേജിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണ് ഈ തട്ടിപ്പിന്റെ ആദ്യപടി. വിദ്യാർത്ഥികളെ സമീപിക്കുകയും ഈ അക്കൗണ്ട് വഴി നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും കമ്മീഷൻ നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. പിന്നീട് അക്കൗണ്ടിന്റെ പാസ്ബുക്കും ATM-ഉം ഉൾപ്പെടെ ഈ സമീപിച്ചവർ കൈവശം വെക്കുകയാണ് ചെയ്യുന്നത്. ക്യാമ്പസുകളിൽ, വിദ്യാലയങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സംഘം വരികയും ഇവരെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തുകൊണ്ട് ഇത്ര ലക്ഷം അതിലൂടെ കടന്നുപോയി ആ അക്കൗണ്ടിലൂടെ മാറിക്കഴിഞ്ഞാൽ 10,000, 5,000 രൂപ ഇവർക്ക് കമ്മീഷനായിട്ട് ഇവർ കൊടുക്കുകയാണ്. ഓണത്തിന്റെ തലേ ദിവസമാണ് ഭോപ്പാലിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം വടകര പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ചു. വടകരയിൽ ആയഞ്ചേരി, തീക്കുനി, കടമേരി, വേളം തുടങ്ങിയ സ്ഥലങ്ങളിലെ 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനാണെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തുന്ന ഭോപ്പാൽ സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. രാജസ്ഥാൻ, അതേപോലെ തന്നെ കർണാടക, ഈ പറയുന്ന ഭോപ്പാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് ഇതിൻ്റെ കേസ്. അപ്പം അങ്ങനെയുള്ള വലിയ പ്രശ്നം, ഇതിൻ്റെ പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് അക്കൗണ്ട് വഴി തട്ടിപ്പിനിരയായ വിവരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയുന്നത്. ഈ വിദ്യാർത്ഥികളെ സമീപിച്ചതും ഇടനിലക്കാരായി നിന്നതുമെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളാണ്. എല്ലാം മലയാളിയാണ്. പ്രത്യേകിച്ച് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളായി നിൽക്കുന്ന ആളുകളാണ് ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഇതിനിടയിൽ കൃത്യമായിട്ട് ഏകദേശം അതിൽപ്പെട്ടൊരു കക്ഷി 10, 40, 50 ATM കാർഡ് ഇവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവരെ അക്കൗണ്ട് മുഖാന്തരം ഇത് കൈമാറുകയാണ്. അത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള വലിയ സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ തട്ടിപ്പിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരു വിദ്യാർത്ഥിയെ ഇതിൻ്റെ ഭാഗമാക്കിയാൽ അവർ വഴി മറ്റുള്ളവരെ സമീപിക്കാം. പോക്കറ്റ് മണിക്ക് വേണ്ടി മറ്റൊന്നും ചിന്തിക്കാതെ കൂടെ കൂടുകയും ചെയ്യും. വിദ്യാർത്ഥികളോടാണ് എളുപ്പ വഴിയിൽ പണമുണ്ടാക്കാം, പക്ഷേ പിന്നീടുള്ള നമ്മുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത്. രക്ഷിതാക്കളും ഈ തട്ടിപ്പിനെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു നൽകുക. ഷബീർ കലീലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.